കാര്യങ്ങളൊക്കെ അടിപൊളിയായി സൂപ്പർ ആയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അല്ലേടാ മക്കളെ? നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുത്ത് പോകുന്ന ഐഷ പോകുന്നത് അതിന് ഞാൻ തന്നെ ഗ്യാരണ്ടി, ഐഷാമസ് തന്നെ ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഈ സംശയം അറിയാലോ? റെഡി സെറ്റ് ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓൾ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എജുപോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത മക്കൾക്കൊക്കെ അറിയാം അല്ലേ എത്രത്തോളം ആ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ എല്ലാത്തിനും ഒരു കണക്ക് കൂട്ടലുമാണല്ലോ. കണക്കൂട്ടൽ ഇല്ലാണ്ട് എങ്ങനെയാ ശരിയാവാ? 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ഉള്ളൂ. അങ്ങനെ വിചാരിക്കും 4 ചാപ്റ്ററോ? അത് വേണ്ട, നമുക്ക് 4 ചാപ്റ്ററേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കുറച്ചുകൂടെ സംഗതി ഈസി ആവും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ നിങ്ങളുടെ സ്വന്തം ഐഷ മിസ് എടുത്തു തരും. അതേപോലെ ലാസ്റ്റ് ചാപ്റ്റർ ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്കും ഐഷ മിസ് എടുത്തു തരും. ഇനി അടുത്ത 2 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്വന്തം അവന്യ മിസ് ആയിരിക്കും എടുത്തു തരിക. ഏർലി സ്റ്റേറ്റ്സും സ്റ്റേറ്റ്സ് ആൻഡ് ഗവൺമെന്റ്, രാഷ്ട്രവും ഗവൺമെന്റും കേട്ടോ. അപ്പൊ ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ സെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ടൈപ്പ് ഓഫ് എക്സാം ചാപ്റ്ററിലെ ആദ്യത്തെ ചോദ്യം ഇതാ. യെസ്, കണ്ടിട്ട് പേടിയുണ്ടോ? മലയാളം ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത്രപോലെ ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. സംഗതി ഉള്ളിൽ ഒന്നുമില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണേ. വേറെ ചുറ്റിപ്പടി ഒന്നും നമുക്കില്ല. നമുക്ക് നാളെയാണ് എക്സാം. പഠിക്കല്ലാതെ ഒരു രക്ഷയില്ല. ഓക്കെ, യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, വാട്ട് വാസ് വൺ ഫീച്ചർ ഓഫ് ഹൗസസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ? സിന്ധു നദീതട നാഗരികതയിലെ വീടുകളുടെ ഒരു സവിശേഷത ഏതായിരുന്നു, എന്തായിരുന്നു എന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര സിവിലൈസേഷൻസ് ആണ് നമുക്കുള്ളത്? ഇതിന് വേണ്ടിയിട്ട് മിസ് ഒരു കിഡിലൻ കോഡ് വന്നിരുന്നു. എന്താ അറിയാ? മഞ്ച് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അത് ബൂസ്റ്റ് അല്ല മിസ്സേ, അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പക്ഷെ സാരമില്ലടാ, നമുക്ക് മഞ്ച് മതി. മഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് പഠിക്കും? 4 സിവിലൈസേഷനും പഠിക്കും. ഏതൊക്കെയാ 4 സിവിലൈസേഷൻ? ഒന്ന് കമന്റ് ചെയ്തേ. മെസോപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ, യെസ്, ചൈനീസ് ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ സിന്ധു നദീതട സംസ്കാരം എന്ന് ചോദ്യ പേപ്പറിൽ കാണുമ്പോൾ ഇതൊന്നും ഐഷ മിസ് പഠിപ്പിച്ചു തന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഹാരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത്? ബിക്കോസ് അത് സിന്ധു റിവറിന്റെ അടുത്താണ് അല്ലെ, ഇൻഡസ് റിവറിന്റെ അടുത്താണ്, സിന്ധു നദീതടത്തിലാണ് ഈ ഒരു സംസ്കാരം നടന്നിരിക്കുന്നത്. പക്ഷെ കഥയിലേക്ക് പോകണ്ട, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അപ്പം ഈ ഒരു സംസ്കാരത്തിൽ, ഈ ഒരു സിവിലൈസേഷനിലെ അവിടെയുള്ള വീടുകളുടെ സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ ഇത്. എന്തായിരുന്നു? അവിടെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട് അല്ലെ, ഡ്രൈനേജ് സിസ്റ്റം, വേസ്റ്റ് ഒക്കെ പുറം തള്ളാനുള്ള ഡ്രൈനേജ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് അവിടെയുള്ള വീടുകളിൽ ഉണ്ടായിരുന്നു. എന്ത് സിമ്പിൾ ആണ് മക്കളെ. സോ വൺ ഫീച്ചർ ഓഫ് ഹൗസസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആസ് എ പ്ലാന്റ് ഡ്രെയിനേജ് സിസ്റ്റം. എന്തായിരുന്നു? അവരുടെ ഡ്രെയിനേജ് സംവിധാനങ്ങളായിരുന്നു പ്രധാനമായിട്ടുള്ളൊരു സവിശേഷത. പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Why did ancient civilizations use seals? Give one reason. പുരാതന നാഗരികതകൾ മുദ്രകൾ ഉപയോഗിച്ചിരുന്നത് എന്തുകൊണ്ട്? ഒരു കാരണം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അവർ സീൽസ് ഉപയോഗിച്ചിരുന്നത്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവർ കച്ചവടത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു സാധനം അവരുടേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും ഇത് ഒറിജിനൽ ആണ്, റിയൽ ആണ്, ഓത്തറൈസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് സീൽസ് ഉപയോഗിച്ചത്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടി? ട്രേഡിന് വേണ്ടി, ഓണർഷിപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി, അതേപോലെ ഓതന്റിക്കേഷൻ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ട്, അത് ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് സീൽസ് ആൻഷ്യൻ സിവിലൈസേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വ്യാപാരത്തിന്, ഉടമസ്ഥാവകാശം, അതേപോലെ സാധനങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സീലുകൾ ഏത് കാലത്ത് ഉപയോഗിച്ചത്? ആൻഷ്യൻ സിവിലൈസേഷനിൽ ഉപയോഗിച്ചിരുന്നത്. സിമ്പിൾ അല്ലേ? ആദ്യത്തെ ചോദ്യം നമ്മളിതാ നിസ്സാരമായിട്ട് പഠിച്ചില്ലേ? സംഗതി സെറ്റ് ആണെങ്കിൽ മിസ്സിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൂക്കളിട്ട് തന്നൂടെ? ഒരു മഞ്ഞപ്പൂ അല്ലേ മിസ് ചോദിക്കുന്നു? യെസ്, ഒരു പൂ ചോദിച്ചാൽ നിങ്ങൾ പൂക്കാലം തരുമെന്ന് മിസ്സിന് അറിയാം, കാരണം മിസ്സിന്റെ മക്കളാണല്ലേ നിങ്ങൾ. മഞ്ഞപ്പൂക്കൾ കൊണ്ട് നമ്മുടെ ചാറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്ന നമ്മൾ ഓണം ഇപ്പൊ തന്നെ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് അല്ലേ? യെസ്, അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ നെക്സ്റ്റ് നോക്കിയേ. ഇത് ഫുൾ എന്നാണോ ഇത്? ഇത് ബി ക്വസ്റ്റ്യനും ഇത്
സി ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ഓക്കെ, എ ബി സി ഒരു ആക്ടിവിറ്റിയിലെ 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നാമത്തത് നമ്മൾ കിടിലനായിട്ട് ആൻസർ ചെയ്തു, രണ്ടാമത്തത് ആൻസർ ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യം, മണുക്കുട്ടി പറയൂ, which of the following was a city of Indus Valley? ഓക്കെ, അപ്പൊ ഇൻഡസ് വാലി സിറ്റി സിവിലൈസേഷനിലെ പ്രധാനമായിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതെങ്കിലും സിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാം കേട്ടോ. വാരണസി, ഹരപ്പ, ഡൽഹി, മുംബൈ. സിമ്പിൾ ആണ് മക്കളെ, കുറച്ചൊരു ബുദ്ധിയും വിവരം ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. ഏതാണ് അവിടുത്തെ പ്രധാന സിറ്റി? നമ്മൾ പറഞ്ഞു ഇൻഡസ് വാലിയുടെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ ഹാരപ്പ ആരാണ് മക്കളെ? അവിടെയുള്ള പ്രധാനമായിട്ടുള്ള സിറ്റിയാണ് ഹാരപ്പ. യെസ്, ഇൻഡസ് വാലിയിലുള്ള പ്രധാനമായിട്ടുള്ള സിറ്റിയാണ്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള പ്രധാന നഗരമാണ് ഹരപ്പ എന്ന് പറയുന്ന നഗരം. സിമ്പിൾ, ഈസി ആണെങ്കിൽ ഫയേഴ്സ് വരട്ടെ, ഫ്ലവേഴ്സ് വരട്ടെ. ഓക്കെ, അങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മളിതാ അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു അല്ലെ, പഠിച്ചു കഴിഞ്ഞില്ലേ? സംഗതി സെറ്റ് അല്ലേ? ഐഷംസ് പറഞ്ഞില്ല, നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞേക്കുന്നു, ബിസിനസിന്റെ വാക്ക് വായിക്കുന്നില്ലേ? റെഡി. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. നെയിം വൺ പ്ലേസ് വേർ ഏർലി ഹ്യൂമൻ ലിവ്ഡ് ഇൻ കേവ്സ്. ആദിമ മനുഷ്യർ ഗുഹകളിൽ താമസിച്ചിരുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഗുഹാചിത്രങ്ങൾ എവിടെയുള്ള? മധ്യപ്രദേശിലുള്ള. മിസ് ടിപ്സ് തരുന്നുണ്ട്, ആൻസർ ഇതാ ചാറ്റ് ബോക്സിൽ വരണം കേട്ടോ. യെസ്, അപ്പൊ ആ ഗുഹാചിത്രങ്ങൾ എങ്ങനെയാണ്? നമുക്ക് പണ്ടുള്ള മനുഷ്യരെ കുറിച്ചുള്ള അറിവുകളൊക്കെ തരുന്നുണ്ട്. അവരവിടെ കൊത്തി വരച്ചിരുന്നു, അവരെങ്ങനെയാണ് ജീവിച്ചത്, കാര്യങ്ങളൊക്കെ അല്ലേ? യെസ്, അപ്പൊ അങ്ങനെ അവർ താമസിച്ചിരുന്ന ഒരു ഗുഹ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഭീംപേട്ക. ഏതാണ്? ഭീംപേട്ക. ഇങ്ങനെ സ്ഥിരവാസം തുടങ്ങിയിരുന്നത് അല്ലെ? അങ്ങനെ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങാണ് ചെയ്തത്? അവർ പരസ്പരം സംസാരിച്ച് നല്ല ഫ്രണ്ട്സ്. നഗര ഈ ടേബിൾ വെച്ചിട്ട് ഒരു എന്താ നാളത്തെ ചോദ്യ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. റെഡി? സംഗതി സെറ്റ് ആണെങ്കിൽ വരട്ടെ മഞ്ഞ പൂക്കൾ. കഥ ഇഷ്ടായില്ലേ മക്കളെ? യെസ്, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എവല്യൂഷൻ. അപ്പൊ നമ്മൾ പഠിച്ചത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയം കണ്ടെത്തി എഴുതുക. ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രിമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. സസ്തിനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? നോക്കിയേ, പ്രൈമേറ്റ്സിൽ നിന്നാണ് യെസ് ഈ ഒരു ഹ്യൂമൻ എവല്യൂഷൻ തുടങ്ങിയത്. അത് ശരിയെന്ന് കൊടുക്കാം. അടുത്തത് നോക്കിയേ, ഹോമിനോയിഡ്സ് ഇവോൾവ് ഫ്രം ഹോമിനിഡ്സ്. ഹോമിനോയിഡുകളിൽ നിന്ന് പരിണമിച്ചതാണ് ഹോമിനോയിഡുകൾ രൂപപ്പെട്ടത്. ആണോ? ഹോമിനോയിഡിൽ നിന്ന് ഹോമിനിഡ്സ് അല്ല വന്നത്. ഹോമിനിഡ്സിൽ നിന്ന് ഹോമിനോയിഡ് അല്ല വന്നത്, ഹോമിനോയിഡിൽ നിന്ന് ഹോമിനിഡ് ആണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഹോമിനോയിഡ്സ് ഇവോൾവ് ഫ്രം ഹോമിനിഡ്സ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആസ്ട്രലോപിത്തക്കസ് ഇസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമോ. ഹോമോന്റെ സബ് ഗ്രൂപ്പിൽ ആസ്ട്രലോപിത്തക്കസ് ഒന്നും വരുന്നില്ല. അവിടെ ആരാണ് വരുന്നത്? ഹാബിലിസും ഇറക്ടസും സാപ്പിയൻസുമാണ്. അപ്പം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആധുനിക മനുഷ്യന്റെ വർഗമാണ് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് മോഡേൺ മാൻ. മോഡേൺ മാൻ ആണോ ഹാബിലിസ്? അല്ല, ടൂൾ മേക്കേഴ്സിനെയാണ് ഹാബിലിസ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഉപകാരമാണ് നിങ്ങൾക്ക് ഉള്ളത് നോക്കിയേ. നമ്മളെ കഥ പഠിച്ചു കഴിഞ്ഞാൽ ഇതാ ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? സംഗതി റെഡി അല്ലേ മക്കളെ? യെസ്, റെഡിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം. ഇൻ വിച്ച് ബുക്ക് ഡിഡ് ചാൾസ് ഡാർവിൻ പ്രസന്റ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ? മനുഷ്യ പരിണാമത്തെ കുറിച്ച് സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത്? ഇത് നമ്മൾ ഒരു ഓപ്ഷനും നോക്കാതെ നമ്മൾ തന്നെ പഠിച്ചു വെക്കണം. ഏതാണ്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, ഡാർവിന്റെ ബുക്ക് ഏതാന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സുകളാണ് കേട്ടോ. BCEയും CEയും എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ ഏത് ഇറയിലാണുള്ളത്? ഏത് കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്? BCE ആണോ CE ആണോ?
വെരി ഗുഡ്. കോമൺ ഇറയിലാണുള്ളത് അല്ലെ, സിഇലാണുള്ളത്. അപ്പൊ കാലഘട്ടത്തിൽ രണ്ടെണ്ണമായിട്ട് വേർതിരിച്ചിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? BC-യും AD-യും ആണ് അല്ലെ. ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം BC-യും AD ആയിരുന്നു. പക്ഷെ അതിനെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് എന്താണ്? നമ്മൾ BCE CE എന്നാണ് വിളിക്കുന്നത്. ആൻഡ് കോമൺ ഇറ ബിഫോർ കോമൺ ഇറയാണ്. അതിൽ കോമൺ ഇറയിലാണ് നമ്മൾക്ക് ഉള്ളത് പഠിച്ചു വെക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 റൺസ് ആണെങ്കിൽ ഇവിടെ ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. ഇത് കൂടെ എന്ത് ചെയ്യുക? ഇവിടെ പഠിച്ചു വെക്കാം. MCQ ആയിട്ട് ചോദിക്കും കേട്ടോ. 1 century equal to 100 years എന്ന് പഠിക്കാം. അതേപോലെ മില്യൺ യൂസ് എന്ന് പറഞ്ഞാൽ 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണെന്ന് പഠിച്ചു വെക്കാം. സംഗതി സെറ്റ് അല്ലേ? എക്സ്ട്രാ ബോണസ് ടിപ്സ് സീക്രറ്റ്സ് ആണ് പറയുന്നത്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിനെ കുറിച്ചാണ് അല്ലേ. ഏതൊക്കെയാണ് നമ്മുടെ വെങ്കലയുഗ സംസ്കാരങ്ങൾ? അത് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഏതൊക്കെ കോഡിലൂടെയായിരുന്നു? മെച്ചാണ്, മെസോപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഓരോ നദീതടത്തിലാണ് ഉണ്ടായത് നമ്മൾ പറഞ്ഞാൽ? ഓരോ മെസോപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഓരോ നദീതടത്തിലാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞാൽ ഓരോ സംസ്കാരങ്ങളും? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ വേഗം എന്ത് ചെയ്യാ? ചാറ്റ് ബോക്സിൽ ഇങ്ങനെ പോട്ടെ വേഗം മിസ്സിനൊരു എനർജി ഇതാ. മിസ് ഇത്ര സമയത്തെ ക്ലാസ് എടുത്തോണ്ട് വന്നിട്ട് മിസ്സിന് എനർജി ഇങ്ങനെ ലോ ആവാൻ നിങ്ങൾ സമ്മതിക്കാൻ പാടുണ്ടോ? സോടാരടങ്ങനായിട്ട് വരാന്നർക്ക് ഒക്കെയാണ് മിസ്സിന് തോന്നാറ് കേട്ടോ. താരാട്ട് പാടുന്ന പോലെയൊക്കെയാണ് മിസ്സിന് തോന്നാറ്. അങ്ങനെയൊന്നല്ല, നമ്മളെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുക. വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ലൈവുകളൊക്കെ അവിടെ സോഷ്യൽ സയൻസ് ലെസൺ അല്ലേ. ഗ്രീക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഡെമോക്രസി സ്റ്റാർട്ട് ചെയ്തത് ഏതൻസിലാണ്, മറക്കണ്ട. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്ത പുരാതന ഗ്രീസിൽ, ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഏതൻസ്, നമ്മളെ ഗ്രീക്കിലുള്ള ഒരു നഗര രാഷ്ട്രമായ ഒരു സിറ്റി സ്റ്റേറ്റ് ആയ ഏതൻസിലാണ് മക്കളെ നമ്മളെ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതാ